ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുമാസ് ക്യൂസിൻ. വളരെ എളുപ്പത്തിൽ രുചികരമായ മുളക് ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ബജ്ജി മുളക് നന്നായി കഴുകി അതിലത്തെ വെള്ളം പോവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മുളക് ബജിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. ഞാനിവിടെ 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ഗ്രാം മുളക് ബജിക്ക് വേണ്ടിയാണ്. മുളക് ബജി ക്രിസ്പിയായി വറുത്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിതിലേക്ക് ചേർക്കാം. നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയും ചേർക്കാം, പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. 1/2 ടീസ്പൂൺ കായം പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഈ ചേരുവകളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം 1 ഗ്ലാസോളം വെള്ളമൊഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഇളക്കിയെടുക്കുക. ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ബജ്ജികൾ ഉണ്ടാക്കാം. മുട്ട ബജ്ജി, കിഴങ്ങ് ബജ്ജി, കായ ബജ്ജി, കോളിഫ്ലവർ ബജ്ജി, ക്യാപ്സിക്കം ബജ്ജി, അങ്ങനെ പലതും. ബജ്ജി മുളകിൽ മാവ് പിടിക്കാനായി ഈ ഒരു പരുവത്തിൽ കൂട്ടിയെടുക്കുക. മുളക് നടുവേ കീറിയെടുത്ത് നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഇതിലെ സീഡ്സ് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് 3-4 മുളക് ഈ ബാറ്ററിലേക്ക് ഇട്ട് മുക്കിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി എന്നുറപ്പ് വരുത്തിയിട്ട് മാത്രമേ അതിലേക്ക് മുളകിടാൻ പാടുള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് മൊരിയിച്ചെടുക്കാം. 1-2 മിനിറ്റ് മൊരിയിച്ചതിന് ശേഷം ഇത് കോരിയെടുക്കാം. സ്വാദിഷ്ടമായ മുളക് ബജ്ജി ഇവിടെ തയ്യാർ. Thanks for watching.